പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഇതുവരെ ഇസ്രയേലിനെയും ഗൾഫ് രാഷ്ട്രങ്ങളെയും തുർക്കിയെയും അസർബൈജാനെയും എല്ലാം ഭ്രാന്ത് പിടിച്ചവനെ പോലെ കടന്നാക്രമിക്കുകയായിരുന്നു ഇറാൻ. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അമേരിക്ക ഇറാന് അപ്രാപ്യമായ ഒരു ടാർഗറ്റാണെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. പക്ഷെ ആ ധാരണ ഇപ്പോൾ തിരുത്തി എഴുതപ്പെടുകയാണ്. കടൽ കടന്ന് അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ ലക്ഷ്യമിട്ടതായി വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുദ്ധത്തിന് മുന്നോടിയായി അമേരിക്കൻ മണ്ണിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ കാലിഫോർണിയയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി FBI നിർണായക മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. അമേരിക്കൻ തീരത്തുള്ള തിരിച്ചറിയാത്ത ഒരു കപ്പലിൽ നിന്ന് ആളില്ലാ വിമാനങ്ങൾ അഥവാ ഡ്രോണുകൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള ഒരു ആക്രമണം നടത്താനായിരുന്നു ഇറാന്റെ പദ്ധതി. കഴിഞ്ഞ ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ അവർ ഇതിനായി ശ്രമിച്ചിരുന്നുവെന്നാണ് FBI റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ മുന്നറിയിപ്പിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും യുദ്ധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ ആക്രമണ പദ്ധതിയുടെ സമയമാണ്. ആദ്യം അടിച്ചത് ആരാണ്? അമേരിക്കയും ഇസ്രയേലും അല്ലേ എന്ന് ചോദിക്കുന്ന ഇറാൻ അനുകൂലികൾക്കുള്ള മറുപടി കൂടിയാണ് ABC ന്യൂസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട്. കാരണം US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു നീക്കം ഇറാൻ ആസൂത്രണം ചെയ്തത്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ അമേരിക്കയെ പിന്നിൽ നിന്ന് കുത്താൻ ഇറാൻ പദ്ധതി ഇടുകയായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ കഴിഞ്ഞ 12 ദിവസമായി നടക്കുന്ന ശക്തമായ ബോംബാക്രമണം ഇത്തരമൊരു ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി സാരമായി കുറച്ചുവെന്നാണ് അമേരിക്കൻ നിർവഹണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. ഇസ്രയേലും ഗൾഫ് രാഷ്ട്രങ്ങളും ഒക്കെ എന്തിനാണ് കോടികൾ മുടക്കി പാട്രിയറ്റ്, താഡ്, അയൺ ഡോം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അത് ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് അവരുടെ പൗരന്മാരോടുള്ള ഒരു കരുതലാണ്. ഒരു യുദ്ധം മുന്നിൽ കാണുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കുക എന്നതാണ് ഏതൊരു ഭരണകൂടവും ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ സ്വന്തം ജനത വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും നേരിടുമ്പോഴും ഇറാനിലെ IRGC ഭരണകൂടത്തിന് അതിലൊന്നും യാതൊരു കൂസലവുമില്ല, താല്പര്യവുമില്ല. സ്വന്തം ജനത പട്ടിണി കിടന്ന് മരിച്ചാലും അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്ന 1980-കൾ മുതലുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം. പാശ്ചാത്യ സംസ്കാരത്തിനോടുള്ള വിരോധവും ജൂതവിരോധവും ഖമേനി അനുയായികളുടെ തലച്ചോറിനുള്ളിൽ എന്നോ കയറിയ വൈറസാണ്. 1979-ൽ ഷാ ഭരണത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന മുല്ലമാരാണ് ആദ്യമായി അമേരിക്കയും ഇസ്രയേലിനെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചതെന്ന ചരിത്ര വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല. കാലിഫോർണിയയ്ക്ക് നേരെ ഇപ്പോൾ ഉയർന്ന ഇറാന്റെ ഈ ഭീഷണി വെറുമൊരു വായുവിൽ നിന്നുള്ളതല്ല. മെക്സിക്കോയിലും ദക്ഷിണ അമേരിക്കയിലും ഇറാന് ശക്തമായ സാന്നിധ്യമുണ്ടെന്നും അവർക്ക് അവിടെ ബന്ധങ്ങളും ഡ്രോണുകളും ഒക്കെ ഉണ്ടെന്ന് മുൻ ഇന്റലിജൻസ് മേധാവി ജോൺ കോഹൻ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്ക അത്ര നല്ലവനാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും ഇറാനിലെ സാധാരണ ജനങ്ങൾക്കും ഏറ്റവും വലിയ ഭീഷണി IRGC-യുടെ ഈ തീവ്രവാദ ചിന്താഗതിയും അവരുടെ അന്ധമായ ആണവ മോഹങ്ങളും തന്നെയാണ്. നിർദോഷികളായ ഇറാനിയൻ ജനത ഈ ഭരണകൂടത്തിന്റെ യുദ്ധക്കൊതിയുടെ ഇരകൾ മാത്രമാണ്. ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ആയുധം നൽകുന്ന അതേ ആവശ്യത്തോടെയാണ് IRGC ഇപ്പോൾ അമേരിക്കൻ അതിർത്തിയിലെ മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയകളെ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള സാധ്യതകൾ പോലും തേടുന്നത്. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലുമെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയിലാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾ സുരക്ഷ ശക്തമാക്കുകയും ആരാധനാലയങ്ങൾക്കും പ്രധാന സ്ഥാപനങ്ങൾക്കുമൊക്കെ ചുറ്റും പെട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.